നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ബട്ടറിൽ നിന്ന് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നെയ്യ് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഒരു 8-10 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്കിത് വേഗം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 453 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് 1 പൗണ്ടാണ്. ഇനി നമുക്ക് ഒരു അരിപ്പ വേണം ഈ നെയ്യ് തയ്യാറായി കഴിഞ്ഞതൊന്ന് അരിച്ചെടുക്കാൻ. പിന്നെ ഒരു റബ്ബർ സ്പാറ്റില എടുത്തിട്ടുണ്ട്. നോർമൽ തവി ആയാലും മതിയാവും കേട്ടോ. നമുക്കിനി നെയ്യ് തയ്യാറാക്കിയെടുക്കാൻ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ബട്ടറിൻ്റെ ബ്ലോക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ. നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് മുതൽ ലാസ്റ്റ് വരെയും ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. നമുക്കിനി ഈ ബട്ടറിൻ്റെ ബ്ലോക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് വലിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടകളായിട്ടായിരിക്കും കിട്ടുക. ഒരു 113 ഗ്രാമിൻ്റെ വീതമുള്ള 4 പാക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഉരുക്കി കിട്ടും. ഇത് വലിയ ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ലാസ്റ്റ് വരെ ഇതിൻ്റെ അടുത്തൊന്നും മാറാൻ പാടില്ല. ഒരു കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും അടുത്ത് നിൽക്കണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ആ ബട്ടറിൻ്റെ ബ്ലോക്ക് ഫുള്ള് ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇതുപോലും അതിലില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊരു 5-6 മിനിറ്റ് എടുത്ത്, ഇതൊരു വലിയ ബ്ലോക്ക് ആയതുകൊണ്ട് ഉരുക്കി കിട്ടാൻ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റിലൊക്കെ തന്നെ ഉരുക്കി കിട്ടും. ഇനി ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് കൊണ്ടുവരെ നമുക്ക് ഈ നെയ്യ് തയ്യാറായി കിട്ടും. ഇതിൽ നിന്ന് പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടായി, പ്രോസസ്സിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് 3 മിനിറ്റിന് ശേഷം ഇങ്ങനെയാവും. നമ്മുടെ പാലൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങില്ലേ, അതേമാതിരി കുറച്ച് നല്ല കട്ടിയുള്ള പതയായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് എടുക്കും ഇത് അങ്ങനെ ആവാൻ. നമുക്കിനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് വേറെ ഒരു കാര്യം പോലും എടുക്കാൻ പോകാനോ ഒന്നും പാടില്ല. കാര്യം വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഉരുകി കരിഞ്ഞു പോവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിനടുത്ത് തന്നെ നിൽക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എപ്പോഴേ നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ക്രീം കളറിൽ നിന്ന് മാറി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ഒരു പെയിൽ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇനി ഒരു 3-4 മിനിറ്റ് കൊണ്ട് തയ്യാറായി വരും. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നമ്മളുടെ ഈ നെയ്യ് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ആദ്യം കണ്ട ആ പതയൊക്കെ ഒന്ന് പോയി, അതിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ താഴേക്ക് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് കേട്ടോ പാകം. അതായത് അതിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഒരു ബ്രൗൺ കളറിൽ, ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ അത് അടിയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇതിവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള പാത്രം ആയതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റീലോ അലുമിനിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കാണാൻ പറ്റും ആ നെയ്യിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസൊക്കെ താഴേക്ക് അടിയുന്നത്. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് നല്ല പോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ നെയ്യ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും അതിൽ പത വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമ്മുടെ നെയ്യ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഒരു സ്പൂൺ എടുത്ത് ഇതൊന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 9-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിൽ നിന്ന് ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം താഴെ കടിഞ്ഞിട്ടുണ്ട്. നെയ്യ് മുകളിൽ നല്ല ക്ലിയർ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നും,
പക്ഷേ കറക്റ്റ് നമ്മുടെ നെയ്യ് പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ആ അടുപ്പിൻ്റെ ചൂടിൽ ഇത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല മണമാണ് നമ്മുടെ വീട് മുഴുവൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ ഒരു നല്ല സ്മെല്ലാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ഇമ്പ്യൂരിറ്റീസൊക്കെ അരിപ്പയിലും നമ്മുടെ ക്ലിയർ നെയ്യ് പാത്രത്തിലും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയിലും ഇത് ചെയ്യാം കേട്ടോ. ഒരു തുണി ഈ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ കുപ്പിയുടെ മുകളിൽ വച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ നിന്ന് റബ്ബർ സ്പാറ്റുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഉള്ള ബാക്കി നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊട്ടും കളയാൻ പാടില്ല, ഒരു ഡ്രോപ്പ് പോലും കളയാൻ പാടില്ല. അത്ര ടേസ്റ്റിയാണ് നമ്മളുടെ ഈ നെയ്യ്. നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ പശുവിൽ നിന്നെടുക്കുന്ന ശുദ്ധമായ പശുവും പാലിൽ നിന്ന് നെയ്യ് തയ്യാറാക്കി കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ മണമാണ് ഈ ബട്ടറിൽ നിന്ന് നമ്മൾ നെയ്യ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഒരുപാട് സമയം ഇതിനാവശ്യമില്ല, വളരെ വേഗത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത് നിന്ന് മാറാൻ പാടില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്ക് അവിടെ നിന്നാൽ മതിയാവും. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്യ് തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ നിന്ന് ഗീ വാങ്ങില്ല. നെയ്യ് എപ്പോഴും നിങ്ങളിങ്ങനെ ബട്ടർ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.